ഹലോ എവറി വൺ, എല്ലാവർക്കും 5ാം ക്ലാസ്സുകാരുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിന്റെ കോമൺ ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. ഈ കോമൺ എന്ന ഈ വാക്കിന്റെ അർത്ഥം എന്താ? രണ്ടു പേർക്കും ഒരുപോലെ വരുന്ന സംഭവത്തിന് നമുക്ക് എന്ത് പറയാം? കോമൺ എന്ന് പറയാം. ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 18ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെയാണ് 18 ഉണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ 1 × 18 18 ആണ്, 2 × 9 18 ആണ്, 3 × 6 18 ആണ്. അപ്പൊ ഈ 1, 18, 2, 9, 3, 6 ഇതൊക്കെ എന്താണ്? 18ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇനി ഈ കോമൺ ഫാക്ടേഴ്സ് ഉപയോഗിച്ചുള്ള ഡിവിഷൻ ആണ് പഠിക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്കിവിടെ. ഇൻ ഡിവൈഡിങ് വൺ നമ്പർ ബൈ അനദർ, അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ക്യാൻ ബി റിമൂവ്ഡ്, അതായത് രണ്ട് പേരിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്, ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 90 ഡിവൈഡഡ് ബൈ 18, 90 ഡിവൈഡഡ് ബൈ 18 എന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 10 ആണ്. നമുക്ക് ഒന്നും കൂടി ഇതിന് വൃത്തിയായി കഴിഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്, 10 എന്ന് പറഞ്ഞാൽ 5 × 2 ആണ്. ഇനി ഇത് ചെറുതാക്കാനില്ല അല്ലെ, കാരണം എല്ലാവരും നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ 9 നമ്മൾ 3 × 3 എഴുതി, 10നെ 5 × 2 എന്ന് എഴുതി. ഇതേപോലെ നമുക്ക് 18 ഒന്ന് എഴുതി നോക്കാം. 18 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേഗം വരിക 2 × 9 18 ആണ്. 2 ഒന്നും ചെറുതാക്കാൻ പറ്റില്ല, 2 അങ്ങനെ തന്നെ ഇട്ട് വെക്കാം. 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. ഇനി നമുക്ക് ഈ സംഭവം ഒന്ന് ഡിവിഷന്റെ മെത്തേഡിൽ ഒന്ന് എഴുതി നോക്കാം. 90 ഡിവൈഡഡ് ബൈ 18 ആണ് ചോദ്യം. അപ്പൊ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 × 5 × 2 ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരുന്നു. 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 × 3 ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇനി എന്താ മുകളിൽ പറഞ്ഞത്? ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ അനദർ, ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദി കോമൺ ഫാക്ടേഴ്സ് ക്യാൻ ബി റിമൂവ്ഡ്, കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, നമുക്കത് റിമൂവ് ചെയ്യാം. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, റിമൂവ് ചെയ്യാം. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 5 ആയിരിക്കും നമ്മുടെ 90 ഡിവൈഡഡ് ബൈ 18ന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും ഡിവിഷൻ ചെയ്യാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് എല്ലാം വർക്ക്ഔട്ട് ചെയ്യണം. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ഇല്ലേ നോക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ക്ലാസ് കണ്ടു നോക്കാം. 600 ഡിവൈഡഡ് ബൈ 150 ആണ് ചോദ്യം. നമുക്കൊന്ന് 600 ഒന്ന് മാറ്റി വെക്കാം. 600 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വേഗം വരിക 6 × 100 ആണ് അല്ലേ? ഓക്കെ, ഇനി 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാം. 100 നമുക്ക് എങ്ങനെ എഴുതാം? 50 × 2 എന്ന് എഴുതാം. ഓക്കെ, റെഡി? ഇനി ഇതേ സ്റ്റെപ്പ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. 50 നമുക്ക് എങ്ങനെ എഴുതാം? 25 × 2 എന്ന് എഴുതാം. പിന്നെ നേരത്തെ 2 അവിടെ തന്നെ ഉണ്ട്. ഒന്നും കൂടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 25നെ 5 × 5 എന്ന് എഴുതാം. പിന്നെ ബാക്കി 2 × 2. ഇനി വളരെ എളുപ്പത്തിൽ ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എങ്ങനെ വേഗം മനസ്സിലാക്കാം? അതായത് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 × 2, അത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 50 എന്ന് പറഞ്ഞാൽ 25 × 2. ഓക്കെ, 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 5. ഈ സ്റ്റെപ്പ് ഒക്കെ മനസ്സിൽ വേഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് ഈ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റും. ഇനി 150 ഒന്ന് എഴുതി നോക്കാം. 150 എന്ന് പറയുമ്പോൾ മനസ്സിൽ വരിക 15 × 10 ആണ്. 15 എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 5 ആണ്. ഇപ്പൊ രണ്ട് പേരെ നമ്മൾ മാക്സിമം ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിവിഷൻ ഒന്ന് ചെയ്തു നോക്കാം അല്ലെ? ഡിവിഷൻ ചെയ്ത് നോക്കാം. 600 ഡിവൈഡഡ് ബൈ 150. 600 എന്ന് പറയുമ്പോൾ 2 × 3 × 5 × 5 × 2 × 2 ഡിവൈഡഡ് ബൈ 150 എന്ന് പറയുമ്പോൾ 3 × 5 × 2 × 5. ഇനി കോമൺ ഫാക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം.
ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, കഴിഞ്ഞു. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, അത് ഓക്കെ. ദെൻ ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, അതും കഴിഞ്ഞു. ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, അതും കഴിഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 2 × 2 മാത്രമാണ്. ദാറ്റ് ഈസ് 4 ഈസ് ദി ആൻസർ. ഓക്കെ ആണോ? ഇതാണ് ഈ ഒരു മെത്തേഡ്. ഇനി ഇത് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, ഇത് ഇങ്ങനെ ഇത്രയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് വേറെ വല്ല മെത്തേഡിലൂടെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേറൊരു ജസ്റ്റ് വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചു തരാം. മെത്തേഡല്ല, വേറൊരു വഴി ഞാൻ കാണിക്കാം ജസ്റ്റ് ഒന്ന്. ഇപ്പൊ ഇവിടെ ഈ സ്റ്റെപ്പിലേ ഇവിടെ ജസ്റ്റ് ഒരു മാറ്റം വരുത്താം. നോക്കിക്കോളൂ കേട്ടോ. ഞാനിവിടെ 2 × 3 അങ്ങനെ തന്നെ എഴുതി. ഞാൻ 50 ഞാൻ അവിടെ 10 × 5 എന്ന് എഴുതി. കാരണം 50 എന്ന് പറയുമ്പോൾ 10 × 5 ആണല്ലോ, × 2 ഇങ്ങനെ മാറ്റി എഴുതി. ഇനി ഇതിന് ചെറുതാക്കുന്നില്ല എന്ന് വെച്ചോളൂ. ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് നിർത്താന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 2 × 3 × 10 × 5 × 2 അങ്ങനെ എഴുതി. ഈ 150നെ ഞാൻ 150ലെ 15നെ മാത്രമേ മാറ്റിയിട്ട് ഞാൻ 3 × 5 എന്ന് എഴുതി. 3 × 5 എന്ന് പറഞ്ഞാൽ എന്താ? 15 ആണ്. × 10 എഴുതി. ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ക്യാൻസൽ ആയി പോയി. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ക്യാൻസൽ ആയി പോയി. ഇവിടെ 10 ക്യാൻസൽ ആയി. ബാക്കി എന്താണുള്ളത്? ബാക്കിയുള്ളത് ഈ ഒരു 2ഉം ഈ 2 ആണ്. ആൻസർ 4. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ പരമാവധി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താം. എന്നാൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് കോമൺ ആയ ഫാക്ടേഴ്സിന് റിമൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 900 ഡിവൈഡഡ് ബൈ 180. 900 ഡിവൈഡഡ് ബൈ 180. ഞാൻ ഇവിടെ 900നെ 90 × 10 എന്ന് എഴുതി. തെറ്റുണ്ടോ? ഇല്ല. നമ്മുടെ 180നെ ഞാൻ 18 × 10 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ ഈ 90യെ ഞാൻ 9 × 10 × 10 എന്ന് എഴുതി. 90 എന്ന് പറഞ്ഞാൽ 9 × 10, പിന്നെ 10 അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഒന്നും നമ്മൾ എക്സ്ട്രാ എഴുതുന്നില്ല കേട്ടോ. 18 ഞാൻ 9 × 2 എന്ന് എഴുതി, പിന്നെ അവിടെയുള്ള 10ഉം. അങ്ങനെ രണ്ടെണ്ണത്തിൽ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു. ഓക്കെ, നമ്മൾ ഡിവിഷൻ ചെയ്ത് നോക്കാം. ഡിവിഷനിൽ 900 ഡിവൈഡഡ് ബൈ 180 അല്ലേ ക്വസ്റ്റ്യൻ. 900 എന്ന് പറയുമ്പോൾ 9 × 10 × 10 ഡിവൈഡ് ബൈ 180 എന്ന് പറയുമ്പോൾ 9 × 2 × 10. ഇവിടെ അയാളുടെ മെച്ചം എന്താ? നമ്മൾ ഇനി ഇതിനെ 10നെ 5 × 2 ഒന്നും ആക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. അപ്പോൾ രണ്ടോടത്തും ഒരേപോലത്തെ നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ നമ്പറിനെ ചെറുതാക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. ഇവിടെയും 9, ഇവിടെയും 9 ക്യാൻസൽ ആയിപ്പോയി. ഇവിടെയും 10, ഇവിടെയും 10 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? ബാക്കി 10 ഡിവൈഡഡ് ബൈ 2 ആണ് ബാക്കിയുള്ളത്. 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ആൻസർ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പിലൊക്കെ നമ്മളിപ്പോൾ 9നെ 3 × 3 ഒന്നും ആക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ 9 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 225 ഡിവൈഡഡ് ബൈ 75. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 225 ഡിവൈഡഡ് ബൈ 75 ആണ്. നമുക്കറിയാം 225 എന്ന് പറയുമ്പോൾ അത് 25 × 9 ആണ് 225. 75 എന്ന് പറയുമ്പോൾ 75 is equal to 25 × 3 ആണ് 75. ഓക്കെ, നമ്മൾ ഇവിടെ തന്നെ നിർത്തിയാൽ മതി. കാരണം നമുക്ക് കോമൺ ആയിട്ടുള്ള കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ. സോ 225 ഡിവൈഡഡ് ബൈ 75 എന്ന് പറയുമ്പോൾ 25 × 9 ഡിവൈഡഡ് ബൈ 25 × 3. കോമൺ ആയിട്ട് 25 ഉണ്ട്, അതുകൊണ്ട് റിമൂവ് ചെയ്തു. ബാക്കിയുള്ള എന്താണ്? 9 ഡിവൈഡഡ് ബൈ 3. 9 ഡിവൈഡഡ് ബൈ 3ൻ്റെ ആൻസർ 3 ആണ്. ഫൈനൽ ആൻസർ എന്ത് കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 420 ഡിവൈഡഡ് ബൈ 105. ഇവിടെ ഒരു
സൂത്രപ്പണി എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ജസ്റ്റ് നമ്മുടെ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് വേഗം ഒരു ആൻസർ കിട്ടും. അതായത് ഇവിടെ ഇങ്ങനെ നോക്കാം. ഇവിടെ 400-ലാണ് ഈ ആൻസർ നിൽക്കുന്നത്. ഇവിടെ 100-ലാണ് നിൽക്കുന്നത് അല്ലേ. 400-ഉം 100-ഉം ആണ്. 400-ഉം 100-ഉമാണ് ചോദ്യം. അപ്പോഴേക്കും നമ്മൾ മനസ്സിലിങ്ങനെ വരണം, 100 ആണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു 4 ടൈംസ് 4 ഇരട്ടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ വല്ല മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്പിൾ നോക്കാം. 105 × 4 4 ഇരട്ടി ഒന്ന് മൾട്ടിപ്പിൾ നോക്കാം അല്ലേ. എന്താ ആൻസർ കിട്ടുന്നുണ്ട്? 420 ആൻസർ കിട്ടി. ഇതിന് അർത്ഥം എന്താണ്? 420 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 × 4 ആണ്, ഡിവൈഡഡ് ബൈ 105 അല്ലേ. അപ്പോൾ കോമൺ ആയിട്ടുള്ള 105 ക്യാൻസലായി, ബാക്കി ഫൈനൽ ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ ഇത് ജസ്റ്റ് മനക്കണക്കായിട്ട് കൂട്ടിയാൽ മതി. ജസ്റ്റ് ഇതിനെ ആലോചിച്ച് നോക്കിയാൽ മതി. 400-ലാണ് ഈ ഒരു ചോദ്യം നിൽക്കുന്നത്, ഈ നമ്പർ നിൽക്കുന്നത്. ഇത് 100-ലാണ്. അപ്പോൾ 100-ന്റെ ഒരു 4 ഇരട്ടി ഉണ്ടാവും അല്ലേ 400 ആകുമ്പോൾ. ജസ്റ്റ് ചെക്ക് ചെയ്യുക, തന്ന നമ്പർ അതിൻ്റെ 4 ഇരട്ടിനുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 4 ഇരട്ടിയോ 3 ഇരട്ടിയൊക്കെ ആവാട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വിത്തിൻ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്റർ ആയിട്ടാണ് എനിക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം കുറച്ചധികം കണ്ടന്റ് പഠിക്കാനുണ്ട്. ഫാക്ടർ, മൾട്ടിപ്പിൾ, പിന്നെ ഡിവിസിബിൾ ആണോ നോക്കണം അല്ലേ. അപ്പോൾ കുറച്ച് നന്നായി മനസ്സിരുത്തി ഇത് പഠിച്ചാൽ മാത്രമേ ചാപ്റ്റർ നമുക്ക് കറക്റ്റ് ലെവൽ ആവുള്ളൂ. നന്നായി പഠിക്കാം കേട്ടോ. താങ്ക് യു.